തിരുവനന്തപുരം പേയാട് കാവടിക്കടവിൽ കരമനയാറ്റിൽ സൈനികനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പാങ്ങോട് ക്യാമ്പിലേക്ക് സൈനികനായ കോഴിക്കോട് സ്വദേശി സുജിത്തിനെയാണ് കാണാതായത്. സുഹൃത്തുക്കളും കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സുജിത്തിനായി തെരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരത്താണ് സൈനികനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. പാങ്ങോട് ക്യാമ്പിലെ സൈനികനായ കോഴിക്കോട് സ്വദേശി സുജിത്തിനെയാണ് കാണാതായത്. സുഹൃത്തുക്കളും കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. എന്തായാലും സുജിത്തിനായി തെരച്ചിൽ തുടരുകയാണ്. പേയാട് കാവടിക്കടവിൽ കരമനയാറ്റിലാണ് ഇത്തരത്തിൽ സൈനികനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. സുജിത്തിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈനികനാണ് ഒഴുക്കിൽപ്പെട്ട് പാങ്ങോട് ക്യാമ്പിലെ സൈനികനായ കോഴിക്കോട് സ്വദേശി സുജിത്തിനെയാണ് കാണാതായിരിക്കുന്നത്. സുഹൃത്തുക്കളുമായി കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി അപർണ ചേരുന്നു. അപർണ, ഇപ്പോഴും ഈ ഒരു സൈനികനായുള്ള തിരച്ചിൽ തുടരുകയാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, തിരുവനന്തപുരം പേയാട് കാവടിക്കടവിൽ കരമനയാറ്റിലാണ് ഇത്തരത്തിൽ സൈനികനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. പാങ്ങോട് ക്യാമ്പിലെ സൈനികനായ കോഴിക്കോട് സ്വദേശി സുജിത്തിനെയാണ് സുജിത്താണ് ഇത്തരത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടത്. ക്യാമ്പിലെ മറ്റു 3 സൈനികർ കൂടി ഒപ്പമുണ്ടായിരുന്നു. സുജിത്ത് കുളിക്കാനാണ് ഇവിടെ എത്തിയത്. കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായിരുന്നു ഈ കരമനയാറ്റിൽ. കുളിക്കാനിറങ്ങി സുജിനി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മുങ്ങൽ വിദഗ്ധർ അടക്കം ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. 4 പേരാണ് ഇത്തരത്തിൽ ഈ കരമനയാറ്റിൽ കുളിക്കാനായി പോയത്. 2 പേർ കരമനയാറ്റിന്റെ ഒഴുക്ക് കുറഞ്ഞ ഭാഗത്തേക്ക് കുളിക്കാനിറങ്ങിയപ്പോൾ സുജിത്ത് മറ്റൊരു സൈനികനും കൂടി ഒഴുക്കുള്ള ഭാഗത്തേക്ക് പോകുകയായിരുന്നു. അപ്പോഴാണ് സുജിത്ത് ഒഴുക്കിലേക്ക് പെട്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇരുവരും ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. സുജിനെ രക്ഷപ്പെടുത്താനായില്ല. ശക്തമായ ഒഴുക്കിൽ സുജിൻ പെട്ടുപോകുകയായിരുന്നു. സുജിത്തിനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. തിരുവനന്തപുരത്തുള്ള സ്കൂബ സംഘം അടക്കമുള്ളവർ എത്തി തിരച്ചിൽ നടത്തുന്നുണ്ട്. നാട്ടുകാരും തിരച്ചിലിന്റെ ഭാഗമായി തന്നെ സുജിത്തിനെ തിരയുന്നുണ്ട്. കാവടിക്കടവിൽ അതിശക്തമായ അടിയൊഴുക്ക് ഉള്ള പ്രദേശമാണ്. എപ്പോഴും ഇത്തരത്തിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് എന്നാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. പരിചയമില്ലാത്ത ആൾക്കാർ ഇറങ്ങിയാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ അധികം ഏറെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് എല്ലാവരും അവിടെ കുളിക്കാൻ അടക്കം ഇറങ്ങുന്നത്. നേരത്തെയും ഇത്തരത്തിൽ നിരവധി തവണ പലരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു ഇടമാണ് ഈ കാവടിക്കടവ് എന്ന് പറയുന്നത്. അപകടം എപ്പോഴും നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. ശക്തമായ മഴയുണ്ട്. അതിനോടൊപ്പം തന്നെ ശക്തമായ നീരൊഴുക്കും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ശക്തമായി നടക്കുന്നുണ്ടെങ്കിൽ കൂടി സുജിനെ കണ്ടെത്താനുള്ള സാധ്യതകൾ വളരെ ഏറെ കുറവാണ് എന്നാണ് ഈ സ്കൂബ സംഘത്തിലുള്ളവർ അടക്കം പറയുന്നത്. ശക്തമായി തന്നെ അടിയൊഴുക്കുള്ളത് കൊണ്ട് ഒഴുകി പോകാനുള്ള സാധ്യതയും ഇത്തരത്തിൽ സ്കൂബ സംഘം പറയുന്നുണ്ട്. എന്നാലും തിരച്ചിൽ വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. സുജിനെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാരും സ്കൂബ സംഘവും അടക്കമുള്ളത്. ശരി, എന്തായാലും തിരുവനന്തപുരം പേയാട് കാവടിക്കടവിൽ കരമനയാറ്റിലാണ് ഇത്തരത്തിൽ സൈനികനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പാങ്ങോട് ക്യാമ്പിലെ സൈനികനായ കോഴിക്കോട് സ്വദേശി സുജിത്തിനെയാണ് കാണാതായിരിക്കുന്നത്. സുഹൃത്തുക്കളുമായി കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇപ്പോഴും സുജിത്തിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്.